മരത്തിൽ നിൽക്കണ ഒരാൾ കണ്ടില്ലേ? അതിനെ കയ്യിലെടുത്തിട്ട് ഒരു പരിപാടി ഉണ്ട്. എന്താന്നല്ലേ? വാ കാണിച്ചുതരാം. മരത്തിൽ നിൽക്കണ അതിനെ താഴെ തള്ളിയിട്ടിട്ട് ആദ്യം അതിനൊന്ന് പൊളിച്ചെടുക്കണം. പൊളിച്ചെടുത്തതിന് ശേഷം അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് കുക്കർ ഒന്ന് അടിച്ചു വെക്കുക. അതും അവിടെ കിടന്ന ഒരു 2 വിസിലാവുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുക. പിന്നായിട്ട് ഒരു മിക്സിന്റെ ജാറിലോട്ട് തേങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതൊക്കെ കൂടി ഒന്ന് ചതുക്കിയെടുക്കുക. പിന്നെ നേരത്തെ വേവിച്ച് വെച്ച ചക്കയിലേക്ക് ഈ അരപ്പും കൂടി ഒന്ന് ചേർത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ചക്കപ്പരിപാടി അവിടെ കഴിഞ്ഞിട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു അടിപൊളി കോംബോ ആയ ബീഫ് കറി റെഡിയാക്കി എടുക്കുക. ബീഫ് കറി പലരും പല ടൈപ്പിലാണ് വെക്കുക. പക്ഷേങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി തന്നെയാണ് കേട്ടോ. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് വല്ലുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്ലീൻ ആക്കിയെടുത്ത് ബീഫും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അങ്ങനത്തെ കുറച്ച് പൊടികളൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൊഴിച്ചെടുക്കുക. പിന്നെ നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പില കൂടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.